ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുണ്ടാകും. അപ്പോൾ അതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ സമ്പാദിച്ചാൽ മാത്രം പോരാ, സമ്പാദിച്ച പണം ഇൻവെസ്റ്റ് ചെയ്യുക കൂടി വേണം. സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഓരോരോ ആവശ്യങ്ങൾക്കും പണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പെൺകുട്ടികൾ ഉള്ളൊരു ഫാമിലിയാണ് നിങ്ങൾ എങ്കിൽ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനും പെൺകുട്ടികളുടെ മാരേജിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയുണ്ട്. സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് സുകന്യ സമൃദ്ധി യോജന? പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗം, അതായത് സേവ് ദ ഗേൾ എഡ്യൂക്കേറ്റ് ഗേൾ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് 2015 ജാനുവരിയിൽ കേന്ദ്ര സർക്കാരാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അവരുടെ മാരേജിനും വേണ്ടി പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർത്തും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഈ പദ്ധതി നൽകുന്നത്. ഇന്നത്തെ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ FD റേറ്റ്സോ RD റേറ്റ്സോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നമുക്ക് ഈ പദ്ധതിയിൽ നിന്നും ലഭിക്കുന്നത്. അതുപോലെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് ഇതിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ. 80C പ്രകാരം നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നമുക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് ടാക്സ് ഫ്രീയുമാണ്. എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആർക്കാണ് ഈ ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുക? 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പാരൻസിന്, ഗാർഡിയന് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും പറ്റും, അതുപോലെ ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. പെൺകുട്ടിക്ക് 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. 21 വർഷമാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 21 വർഷം ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. 15 വർഷ കാലയളവിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. 15 വർഷം നമ്മളിതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത 6 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരുന്നില്ല. 21ാമത്തെ വർഷം ടോട്ടൽ മെച്യൂർ ആവുകയും ആ എമൗണ്ട് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. മിനിമം 250 രൂപ മുതൽ മാക്സിമം 1,50,000 രൂപ വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. അക്കൗണ്ട് തുടങ്ങി ഒരു പേയ്മെൻറ്റും നമ്മളതിൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ടിൽ ഒരു പെനാൽറ്റി ഈടാക്കുന്നതായിരിക്കും. 50 രൂപയായിരിക്കും ഒരു വർഷം ഇതിനു വേണ്ടി ചാർജ് ആക്കുന്നത്. എത്രത്തോളം റിട്ടേൺ നമുക്കിതിൽ നിന്നും കിട്ടും? ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഡിസംബർ 2019 അപ്പോൾ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം 8.5% ആണ് ഇതിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നൽകി വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർഷം 12,000 രൂപ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അത് 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതായത് എല്ലാ വർഷവും 12,000 രൂപ വെച്ച് 15 വർഷ കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 6 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. 21ാമത്തെ വർഷം മെച്യൂരിറ്റി എമൗണ്ട് നമുക്ക് ലഭിക്കും. ടോട്ടൽ 12,000 രൂപ വെച്ച് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1,80,000 രൂപയായിരിക്കും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. 21ാമത്തെ വർഷം ലഭിക്കുന്നത് ഏകദേശം 6 ലക്ഷത്തോളം രൂപയായിരിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എവിടെയാണ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുക? പോസ്റ്റ് ഓഫീസുകളിലും നിശ്ചിത ബാങ്കുകളിലും നമുക്ക് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരിക്കൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കെങ്കിലും റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എപ്പോഴൊക്കെയാണ് ഇതിൻ്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇത് വിഡ്രോ ചെയ്യാൻ സാധിക്കുക എന്ന് പറയാം. അതും തന്നെ പറഞ്ഞു, 21 വർഷമാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. 21 വർഷമായി കഴിഞ്ഞാൽ നമുക്ക് ഇത് വിഡ്രോ ചെയ്യാം, ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 21 വർഷമാകുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടിയുടെ വിവാഹമാവുകയാണെങ്കിൽ ആ സമയത്ത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിലുള്ള തുക പിൻവലിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിന് ശേഷം ഈ അക്കൗണ്ട് തുടരാൻ പാടില്ല. ഇതുകൂടാതെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് ഇതിൽ നിന്നും പാർഷ്യൽ വിഡ്രോവൽ നടത്താവുന്നതാണ്. അതായത് 50% തുക ഇതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ഇതോ അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫർ ലെറ്ററോ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ വിഡ്രോവൽ സാധ്യമാണ്.
അത് 18 വയസ്സിന് ശേഷം മാത്രമേ പറ്റൂ എന്നുള്ളതും നോട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. നേരത്തെ പറഞ്ഞു, ബാങ്കിലും പോസ്റ്റ് ഓഫീസിലുമാണ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ക്യാഷായിട്ടും ചെക്കായിട്ടും DD ആയിട്ടും ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയായിട്ടുമൊക്കെ നമുക്കിതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, NR സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെസിഡൻറ്റ് ആയിരിക്കണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. താങ്ക് യു.